ശ്രീമദ് ഭാഗവതം ക്ലാസ് 224. നമ്മൾ സ്കന്ധം 10 ആദ്യ ഭാഗത്തിൽ 22ാമത്തെ അധ്യായത്തിലേക്ക് പോവുകയാണ്. ഇത് ഗോപികമാരുടെ വസ്ത്രങ്ങളെ അപഹരിക്കലാണ്. ഇത് ഈ കഥ എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ എന്നാലും അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്, കൃഷ്ണൻ ഗോപികമാരുടെ വസ്ത്രവും അപഹരിച്ച് അടക്കുക എന്നെല്ലാം പറയുമ്പോൾ അതേ അർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ അതൊരു സുഖമുള്ള പരിപാടിയായിട്ടൊന്നും ആർക്കും തോന്നില്ല. അപ്പോൾ അതിൻ്റെ പിന്നിൽ ചില രഹസ്യങ്ങളുണ്ട്. നമുക്ക് കഥയിലേക്ക് കടക്കാം. ഒന്നിൽ ശ്രീ ശുകൻ പറയുകയാണ്, ഹേമന്ത ഋതുവിലെ, അപ്പം മഴക്കാലം കഴിഞ്ഞ് പിന്നെ ഹേമന്തകാലം വന്നു, നല്ല സീസണാണ്. 1-ാം മാസത്തിൽ, ഒരു ഋതുവിലെ 2 മാസങ്ങളാണ്. അതിൽ ആദ്യത്തെ മാസത്തിൽ നന്ദഗോകുലത്തിലെ ഗോപകന്യകമാര് നൈവേദ്യം മാത്രം ഉണ്ടുകൊണ്ട് കാർത്യായനി പൂജ ആചരിക്കും. അപ്പം ഈ കല്യാണ പ്രായം എത്തുന്ന പെൺപിള്ളേർ കാർത്യായനി പൂജയെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് ആചരിക്കുന്നത്? നല്ല ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ട്, കല്യാണം നടക്കാനും. ഇത് പൊതുവെ എല്ലാ നാട്ടിലും അത്തരം ആ കാലത്തിലുള്ള ചിന്തകളെ പറ്റി പറഞ്ഞതാണ് ആ വിഭാഗത്തിൻ്റെ. ആ തരത്തിൽ കണ്ടാൽ മതി. എപ്പോഴും അവർ ആ ഒരു പ്രതീക്ഷയായിട്ടാണ് നടക്കുക. ആ അർത്ഥത്തിൽ എടുത്താൽ മതി. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, സൂര്യൻ ഉദിക്കുമ്പോൾ 2-ലും 3-ലും പറയുന്നത്, സൂര്യൻ ഉദിക്കുമ്പോൾ യമുനയിൽ മുങ്ങിക്കുളിച്ചിട്ട് കരയിൽ മണ്ണ് കൊണ്ടുള്ള വിഗ്രഹങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് ചന്ദനം ചാർത്തി, പൂക്കൾ, മാലകൾ, പിന്നെ നൈവേദ്യങ്ങൾ, ഇളം തളിരുകൾ, ദ്രവ്യങ്ങൾ, ദീപങ്ങൾ, പഴങ്ങൾ, അക്ഷതങ്ങൾ എന്നിവയാൽ കാർത്യായനി ദേവിയെ എന്തു ചെയ്യും? കാർത്യായനി ദേവിക്ക് അർപ്പിക്കും. ഇത് 4-ൽ പറയുകയാണ്, കാർത്യായനി. എന്നിട്ട് എന്താ പ്രാർത്ഥിക്കുന്ന? പ്രാർത്ഥനക്കാണ് പ്രാധാന്യം. എന്താണ് പ്രാർത്ഥിക്കുന്നത്? കാർത്യായനി മഹാമായേ, മായാലോകമാണല്ലോ, അതുകൊണ്ട് മഹാമായേ, യോഗേശ്വരി, സർവലോകേശ്വരി, എന്ത് വേണം? നന്ദഗോപരുടെ പുത്രനെ എൻ്റെ ഭർത്താവാക്കണേ. നന്ദഗോപരുടെ പുത്രനെ എൻ്റെ ഭർത്താവാക്കണേ എന്ന് പറഞ്ഞാൽ കൃഷ്ണനെ എൻ്റെ ഭർത്താവാക്കണേ. ഓരോരുത്തർക്കും ഓരോ സങ്കല്പം ഉണ്ടാവും. ആ സങ്കല്പത്തിൽ ഏറ്റവും മാക്സിമം ഉള്ള വേണമെന്നാണ് ആഗ്രഹിക്കുക. അങ്ങനെ ചിന്തിക്കുകയാണ്. ഏറ്റവും മാക്സിമത്തിലുള്ള, ഓരോ ആളും മാക്സിമത്തിലുള്ളതല്ലേ ചിന്തിക്കും. ആ മാക്സിമത്തിലുള്ള ആരാണ്? ശ്രീഹരി തന്നെയാണ്. ശ്രീഹരി ആരാണ്? ഇവിടെ കൃഷ്ണനാണ്. അപ്പം എല്ലാം തികഞ്ഞ അവരെ ഓരോ വീക്ഷണത്തിലും ഓരോ എല്ലാം തികയുക എന്ന് പറയുന്നത് ഓരോ തരത്തിലായിരിക്കും. ഓരോ ആൾ ആഗ്രഹം പല തരത്തിലായിരിക്കും. പക്ഷെ അവർക്കെല്ലാം എല്ലാം തികഞ്ഞ പയ്യനെ ഭർത്താവായിട്ട് കിട്ടണം. അത് അവരുടെ ആഗ്രഹമാണ്, അത് സ്വാഭാവികമാണ്. പക്ഷെ ഒരാൾ ആഗ്രഹിക്കുന്ന മാതിരി ആയിരിക്കില്ല മറ്റവർ. അത് ഓരോന്നും. പക്ഷെ എല്ലാവരും എല്ലാം തികഞ്ഞെന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുമ്പോൾ ഏതാണ്? കൃഷ്ണൻ്റെ രൂപം അതുപോലെയുള്ളത്. ഇല്ലെങ്കിൽ അത് ശ്രീഹരി തന്നെയാണ്. പിന്നെ ഏതായാലും അത് ശ്രീഹരി തന്നെയാണ്. അതുകൊണ്ടാണ് എന്ത് സംഭവം നടക്കുമ്പോഴും, ആരെ കൊന്നാലും, അസുരന്മാരെ കൊന്നാലും ഉടനെ സ്തുതിയാണ്. എന്താണ് സ്തുതിക്കുന്നത്? ഈ കൊന്നത് കൃഷ്ണനാണെന്നൊന്നും ധരിച്ചേക്കരുത്, അല്ലെങ്കിൽ രാമനാണെന്നൊന്നും ധരിച്ചേക്കരുത്. ആര് കൊന്നാലും, രാമനോ പരശുരാമനോ ആര് കൊന്നാലും അപ്പാടൊരു സ്തുതിയുണ്ട്. എന്താ സ്തുതി? ഈ പറയുന്ന കക്ഷി ജനിച്ചവനല്ല, മറ്റേ എല്ലാം തികഞ്ഞിരിക്കുന്ന ആ സർവേശ്വരനാണ്, എല്ലാമായി മാറിയിരിക്കുന്ന സർവേശ്വരാണെന്നാണ് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പൊ ഇവിടെയും ഒരു കൃഷ്ണനെ പറ്റി പറയുമ്പോൾ എന്താണ് ചിന്തിക്കേണ്ടത്? ആ ശ്രീഹരി തന്നെയാണ് എല്ലാമായിട്ട് വരുന്നത്. അതിലാരെയോ അവരവർക്ക് ഇഷ്ടമുള്ളവരെ വേണം എന്ന നിലയിൽ വേണം അതിനെ കാണാൻ. അല്ലാതെ ഈ കൃഷ്ണനിലേക്ക് അത് കഥയിലാണ്. അതുകൊണ്ടാണ് ഓരോ സംഭവം നടക്കുമ്പോഴും
സ്തുതിക്കുന്നത്. സ്തുതിയിൽ വരുന്നത് കൃഷ്ണൻ വരുന്നില്ല. കൃഷ്ണനാകുന്ന ഏത് ശ്രീഹരി എന്നും പറഞ്ഞിട്ടാണ് പോവുക. അതുകൊണ്ട് നിന്തിരുവടിക്ക് നമസ്കാരം. അതുകൊണ്ട് നന്ദന്റെ പുത്രന്, നന്ദഗോപരുടെ പുത്രന് വേണം, ഭർത്താവായി വരണം. ഈ വിധം ജപിച്ചുകൊണ്ട് ആ കന്യാകുമാർ എന്ത് ചെയ്യും? ദേവി പൂജ നടത്തും. ആ പ്രായത്തിലെത്തിയവരുടെ പ്രത്യേകതയായിട്ട് കണ്ടാൽ മതി. അവരുടെ ചിന്തകൾ ആ നിലയിൽ ആയിരിക്കും. എന്നിട്ട് 5 പറയാണ്, കണ്ണനിൽ തന്നെ മനസ്സുറപ്പിച്ച്. അവരുടെ മനസ്സ് അവരുടെ സങ്കല്പത്തിലൊന്നും ഉണ്ടാകുക തന്നെയായിരിക്കും. അല്ലെങ്കിൽ ആ ദേശത്തിൽ എല്ലാവരും പാടിപ്പകർത്തുന്ന നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ എവിടെയാണ് വരുന്നത്? ഏറ്റവും ഭരണത്തിൽ ദൂഷിക്കുമ്പം ഏറ്റവും കഷ്ടപ്പെടുന്ന നാട്ടിൽ ചില ആൾക്കാർ ആരായിരിക്കും? അതിനെതിരായിട്ടുള്ള നേതൃത്വം കൊടുക്കുന്നവരുണ്ടാവും. അവരോട് എല്ലാവർക്കും ഒരു ഇഷ്ടം ഉണ്ടാവുമെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം അവരിൽ ശ്രദ്ധയർപ്പിച്ചതായിട്ടും അവരിൽ തന്നെ വിശ്വാസമർപ്പിച്ച അവരെയാണ് കൃഷ്ണനായിട്ട് കാണേണ്ടത്. ഒരാൾ അവരെ കൃഷ്ണനായിട്ട് കാണുകയാണ്. അപ്പം അവർ നാട്ടിലുള്ള എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി മാറുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യം എത്തുന്നത്. ആ നിലയിലും കൂടിയും നമുക്ക് ചിന്തകൾ പോകണം. ആ കുമാരിമാർ ഇങ്ങനെ 1 മാസം മുഴുവൻ വ്രതം ആചരിച്ചു. നന്ദന്റെ പുത്രൻ ഭർത്താവായി വരാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? കാർത്യായനിയെ വേണ്ടും വിധം അർച്ചിച്ചു. എന്നിട്ട് ഓരോ ദിവസവും കാലത്ത് എഴുന്നേറ്റ് സ്വന്തം വർഗത്തിലുള്ളവരുമോടൊപ്പം, അതായത് ഒരേ സമപ്രായക്കാരായ പെമ്പിള്ളരോടുകൂടി തമ്മിൽ കൈകോർത്ത് പിടിച്ചുകൊണ്ട്, അവരെല്ലാം ഒരു കൂട്ടമായിട്ട് കൈകോർത്ത് പിടിച്ചുകൊണ്ട് യമുനയിൽ കുളിക്കാൻ പോയിരുന്നു. ആ പോകുന്ന പോക്കിൽ അവർ കൃഷ്ണനെ പറ്റി ഉറക്കെ പാടുമായിരുന്നു. അത് ആ ജനങ്ങളുടെ കണ്ണിലുണ്ണിയായിട്ട് മാറുകയാണ് അത്തരം ആൾക്കാർ. എന്നിട്ട് 7 ഒരു നാൾ നടക്കുന്ന സംഭവങ്ങൾ കുറച്ച് മുന്നത്തെ പോലെ തന്നെ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യം തന്നെയാണെങ്കിലും ഒരു നാളിലെ സംഭവം കുറച്ച് വിസ്തരിച്ച് പറയുകയാണ്. ആ നാളിൻ്റെ പ്രത്യേകത എന്താണ്? അവർ നദിക്കരയിൽ വന്ന് ആദ്യം എന്താ ചെയ്യുക? ഉടുതുണി. എല്ലാ ദിവസവും അത് ചെയ്യുകയാണ്. പക്ഷേ ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത ഉടുപ്പെല്ലാം അവിടെ കഴിച്ചു വെച്ചു എന്നുള്ള എടുത്തു പറയുമ്പോൾ ആ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ബാക്കിയുള്ള ദിവസമെല്ലാം ഇതേപോലത്തെ മുന്നിൽ ചെയ്ത പോലെ തന്നെ ഉടുതുണിയെല്ലാം അഴിച്ചു വെച്ചിട്ട് എന്ത് ചെയ്തു? കൃഷ്ണനെ കുറിച്ചുള്ള പാട്ടുകളെല്ലാം പാടിക്കൊണ്ട് വെള്ളത്തിൽ മുങ്ങി. ഇനി 8 സർവേശ്വരനായ ആരെ പറ്റിയാണ് പറയാൻ പോകുന്നത്? കൃഷ്ണനെ പറ്റി. സർവജ്ഞനായിരിക്കുന്ന ശ്രീകൃഷ്ണൻ. അപ്പം പറയുമ്പോൾ ഈ ശ്രീകൃഷ്ണനെ പറ്റി പറയുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്? സർവേശ്വരൻ. അപ്പം ശ്രീഹരിയുടെ അംശമായി വന്ന ആള് എന്ന നിലയിൽ എടുക്കണം, വെറും കൃഷ്ണനായിട്ട് എടുക്കണ്ട. ശ്രീകൃഷ്ണൻ അവരുടെ വ്രതാനുഷ്ഠാനത്തിനുള്ള ഫലം നൽകുവാനായി അവരെന്തിനു വേണ്ടിയാണ് വ്രതം അനുഷ്ഠിക്കുന്നത്? അവരുടെ ഭർത്താവിനെ കിട്ടാൻ വേണ്ടി, നല്ല ഭർത്താവിനെ കിട്ടാൻ വേണ്ടി, കൃഷ്ണനെ കിട്ടാൻ വേണ്ടി. നല്ല ഭർത്താവ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഭർത്താക്കന്മാരിൽ ഏറ്റവും പൂർണ്ണ അവതാരം എന്ന് പറയുന്ന ആ കൃഷ്ണൻ. അത് തന്നെയാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുക. ആഗ്രഹിക്കുന്നതിന് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം ആ കൃഷ്ണനെ കിട്ടാൻ വേണ്ടിയിട്ട് ആണ് വ്രതം നോക്കിയിരിക്കുന്നത്. അപ്പം കൃഷ്ണൻ്റെ ഉത്തരവാദിത്തം എന്താണ്? അത് സാധിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പം കൃഷ്ണൻ വെറുതെ വന്നിട്ട് പല പുഴക്കടയിലും ചെന്നിട്ട് എല്ലാവരുടെയും വസ്ത്രം എടുത്ത് മരത്തമ്മക്കേരിയൊന്നും അല്ല ചെയ്യുന്നത്. അവരുടെ ആഗ്രഹം, അവരെപ്പോഴും ഇരുന്നിട്ട് തപസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രത്യക്ഷമായിട്ട് വരം കൊടുക്കണ്ടേ? ആ നിലയിൽ വന്നതാണ്. നമ്മൾ കൃഷ്ണനെ എന്താണ് കാണുന്നത്?
നമ്മൾ ആ കഥയിൽ നിന്ന് എത്രമാത്രം മാറിപ്പോകുന്നു എന്ന്. കൃഷ്ണൻ എല്ലാ കടപ്പുറത്തും പോയിട്ട് കുളിക്കുന്ന കുളിക്കടവിൽ പോയിട്ട് വസ്ത്രം എടുത്ത് അടക്കലാണ് കൃഷ്ണൻ്റെ ജോലി. അതൊന്നുമല്ല. ഇവിടെ ആ പ്രായമായ കുട്ടികൾ, പെൺപിള്ളേർ, നമുക്ക് സുന്ദരനായ ഭർത്താവ് വേണമെന്നും പറഞ്ഞ് തപസ് ചെയ്യുമ്പോൾ പിന്നെ പ്രത്യക്ഷപ്പെടാതിരിക്കാൻ പറ്റുമോ? ബ്രഹ്മ വിഷ്ണു എല്ലാം പ്രത്യക്ഷപ്പെടുകയല്ലേ, പിന്നെ കൃഷ്ണനെ വരാതിരിക്കാൻ പറ്റുമോ? ഒരു മാസക്കാലമായി ഇരുന്ന് തപസ് ചെയ്യും. അപ്പം വരികയാണ് ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി. അതിന് വന്നതാണ്. അതിന് എല്ലാവരും ഇരുന്ന് വിളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും പലതായിട്ട് വന്നിട്ട്, പണ്ട് കണ്ടിട്ടില്ലേ പലതായിട്ട് മാറിയത്, അതുമാതിരി പല രൂപത്തിൽ വന്നിട്ട് അവരവരുടെ മനസ്സിന് താല്പര്യപ്പെടുന്ന തരത്തിലാണ് വരിക. എല്ലാതും ഈ കൃഷ്ണന്റെ രൂപം എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ? ഇപ്പം പ്രേമിക്കുന്ന ഒരു പയ്യനുണ്ട് എന്ന് വെച്ചോളൂ, അല്ല പെണ്ണുണ്ട് എന്ന് വെച്ചോളൂ, ഏതോ ഒരു തന്നെ പ്രേമിക്കുന്നുണ്ട്, കാണാൻ വലിയ ഗുണമൊന്നുമില്ല, പക്ഷെ പ്രേമത്തിലാണ്, അസ്ഥിയിൽ പിടിച്ച പ്രേമാണെന്ന് പറഞ്ഞാൽ വെച്ചോളൂ. അപ്പോൾ അച്ഛനും അമ്മയും നല്ലൊരു കൃഷ്ണനെ പോലെയുള്ള ഒരു പയ്യനെ കൊണ്ടായിട്ട് കാണിക്കുകയാണ്, മോളെ ഇതാ നല്ലൊരു സുന്ദര, നല്ല പഠിപ്പുണ്ട്, നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ട്, IAS കളക്ടറാണെന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ അവളെന്താ പറയുക? അസ്ഥി പിടിച്ച പ്രേമാണെങ്കിൽ എനിക്കിതൊന്നും വേണ്ട, എനിക്കിത് മതി എന്നല്ലേ പറയുക. അതുകൊണ്ട് എല്ലാവർക്കും കൃഷ്ണന്റെ ആ രൂപത്തിൽ വേണമെന്നൊന്നും അല്ല ചിന്തിക്കേണ്ടത്. ഇവിടെ എല്ലാവരും കൈയും കോർത്തിട്ടാണ് പോയതെന്ന് പറയുന്നുണ്ട്. ഒരു കൃഷ്ണന് വേണ്ടി എല്ലാവരും എങ്ങനെ കൈകോർത്ത് പോവുക? ഒരു 2 പെമ്പിള്ളേർ ഒരാളെ പ്രേമിച്ചു കഴിഞ്ഞാൽ ആ പെമ്പിള്ളേർ തമ്മിൽ പിന്നെയുള്ള ഇങ്ങനെ കൈകോർത്ത് നടക്കുമോ? എനിക്ക് തോന്നുന്നില്ല. ഇത് ഭർത്താവായി കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ബാക്കിയുള്ള നിലയിൽ എല്ലാവർക്കും ഉള്ള അടുപ്പം അത് വേറെ, അതെല്ലാവർക്കും ആകാലോ. ഒരു പരോപകാരിയായ ഒരാളെ പറ്റിയിട്ട് എല്ലാവർക്കും അവരോട് വലിയ താല്പര്യമുണ്ടോ, സ്നേഹമുണ്ടോ? പക്ഷെ പ്രേമം, ഇത് ഭർത്താവായി കിട്ടണം എന്ന് പറയുന്ന സംഗതി വേറെയാണ്. അത് 2 പേര് കൂടിയിട്ട് ഒരാളെ പ്രേമിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതൊന്നും ആരും ഇഷ്ടപ്പെടില്ല. അപ്പം ഇവിടെ നമ്മൾ കൃഷ്ണനെ ഒരു വ്യക്തിയായിട്ട് കാണരുത്. ആ പ്രായത്തിൻ്റെ പെൺപിള്ളേരുടെ ആഗ്രഹം, അവർക്കെല്ലാം വേണ്ടത് ഏറ്റവും അവരുടെ ഭാവനയ്ക്കനുസരിച്ച സുന്ദരനായ, അത് തന്നെ ആരായിരിക്കും? ശ്രീഹരി തന്നെയാണ്. ശ്രീഹരിയാണ് ആര്? ശ്രീകൃഷ്ണൻ. അപ്പം അവരുടെ വ്രതാനുഷ്ഠാനത്തിൻ്റെ ഫലം നൽകുവാനായിക്കൊണ്ടാണ് കൃഷ്ണൻ ആരോടൊപ്പമാണ് വന്നത്? ബലരാമനോടൊപ്പവും മറ്റുള്ള ഗോപന്മാരോടൊപ്പമാണ് വന്നത്. എന്തിനാ അമ്മമാരെല്ലാം വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്നതിന്? എല്ലാവരുമായിട്ടാണ് വന്നിരിക്കുന്നത്, ഗോപന്മാരോടൊപ്പമാണ് വന്നിരിക്കുന്നത്, അല്ല കൃഷ്ണൻ മാത്രമല്ല. അപ്പോൾ ഓരോരാളായിരിക്കും ഇഷ്ടമുണ്ടാവും. എല്ലാമാരാണ് ഗോപന്മാരുടെ വേഷത്തിലും കൃഷ്ണന്റെ വേഷത്തിലും ബലരാമന്റെ വേഷത്തിലും എല്ലാം വന്നിരിക്കുന്ന ആരാണ്? ശ്രീഹരിയാണ്. പെമ്പിളർക്ക് വേണ്ടേന് സ്വീകരിച്ചോളാം. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യത്തിന് എല്ലാവരും വിളിച്ചു കെട്ടിയിട്ട് പോകുന്നത് ശരിയാണോ? പിന്നെ കഥയിൽ ചോദ്യമൊന്നുമില്ല, വേണ്ടുന്ന തരത്തിൽ വ്യാഖ്യാനിച്ചെടുത്തോളൂ. ഇനി 9 അപ്പം അവരെല്ലാം കൂടി എന്ത് ചെയ്തു? 9 അവരുടെ വസ്ത്രങ്ങളെല്ലാം എടുത്തിട്ട് മരക്കൊമ്പമ്മലേക്ക് കയറി. അപ്പം മറ്റുള്ള കുട്ടികൾ ചിരിച്ചു. അപ്പം കൃഷ്ണനും അവരോടൊപ്പം കൂടിയിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു 10 അല്ലയോ അബലകളെ, ഇവിടെ വന്ന് ഇഷ്ടം പോലെ അവരവരുടെ വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് പോയിക്കൊള്ളുക, വാങ്ങിക്കൊണ്ടാലും. ഞാൻ സത്യമാണ് പറയുന്നത്. നിങ്ങൾ വന്നിട്ട് വെറുതെ തമാശക്ക് പറഞ്ഞല്ല, നിങ്ങളെ പരിഹസിക്കാനൊന്നും പറഞ്ഞല്ല, വന്നിട്ട് എടുത്തുകൊണ്ട് പോയിക്കൊള്ളുക, കളിയല്ല. കാരണം നിങ്ങൾ വ്രതത്താൽ ക്ഷീണിതരാണ്. നിങ്ങൾ എന്നെ വിളിച്ചിട്ടാണ്, എന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്തിനു വന്നിരിക്കുന്നത്? വ്രതം നോക്കിയിരിക്കുന്നത്. വ്രതത്തിൽ ക്ഷീണിച്ചിട്ട് ആകെ ക്ഷീണിച്ച് അവസാന നിമിഷത്തിലാണ് ആര് പ്രത്യക്ഷപ്പെടുക? മറ്റുള്ളവരെല്ലാം തപസ് ചെയ്ത് അവസാനം മൂർധന്യത്തിലെത്തുമ്പോഴാണ് ദേവന്മാർ, മറ്റേ ബ്രഹ്മാവെല്ലാം പ്രത്യക്ഷമാവുക. വരി ഇവർ വ്രതാനുഷ്ഠിച്ചിട്ട് ആകെ ഒരു അവസ്ഥയിലായപ്പോഴാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് വന്നിട്ട്
വസ്ത്രം എടുത്തു കൊടുക്കുക. എങ്ങനെ വരണം അത് പറയണ്ടല്ലോ. വസ്ത്രമല്ലേ ഇവിടെ കിടക്കല്ലേ, പിന്നെ എങ്ങനെയാ വരേണ്ടത്? അപ്പൊ അവരവരുടെ ഭർത്താക്കന്മാരെടുത്താണ് വരുന്നത്. എങ്ങനെയാ വരുക? ആദ്യ രാത്രിയിൽ എങ്ങനെയാ വരേണ്ടത്? എന്നിട്ട് പാലെന്ന് പറയാണ്, ഞാൻ ഇതുവരെ കളവ് പറഞ്ഞിട്ടൊന്നുമില്ല, നടക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അവരവരുടെ ഭർത്താക്കന്മാരുടെ അടുത്ത് വരേണ്ട വിധമാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കളവൊന്നും പറഞ്ഞിട്ടില്ല. അത് ഈ ബാലന്മാർക്കറിയാം. കാരണം എല്ലാ ബാലന്മാരും പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ബാലന്മാർക്കറിയാം എങ്ങനെയാണ് വരേണ്ടത്, അങ്ങനെ തന്നെയാണ് വരേണ്ടത്. ഇതിലൊന്നും നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമുള്ളൂ, ഉള്ള കാര്യമേ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. അവരവരുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഏറ്റവും സുന്ദരനായ വ്യക്തി എന്ന് പറയുന്നത് ശ്രീഹരി തന്നെയാണ്. ആ ശ്രീഹരിന്റെ അടുത്ത് വരേണ്ട എങ്ങനെയാണ്? ആ തരത്തിൽ. അതുകൊണ്ട് സുന്ദരാംഗികളെ ആ നിലയിലാണ് വിളിക്കുന്നത്. ഓരോരുത്തരായിട്ട് വന്നിട്ട് വാങ്ങിക്കൊള്ളുക. അല്ല എല്ലാവരും കൂട്ടമായിട്ട് വരികയാണെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് വിരോധമൊന്നും ഇല്ല. കഥയിൽ ഇങ്ങനെ പൊടിപ്പും തൊങ്ങലും വെച്ച് കേൾക്കാൻ രസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ അടിച്ചു വിട്ടിട്ടേ ഉള്ളൂ. സംഭവം നിസ്സാരമാണ്. എന്നിട്ട് 12 ഭഗവാന്റെ ഇത്തരം പരിഹാസ പ്രകടനം കണ്ട് പ്രേമനിമഗ്നകളായ ഗോപകന്യമാർ, പ്രേമത്തിലങ്ങ് മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന പെൺകുട്ടികളാണിത്. ആരെ? ഈ കൃഷ്ണനെ തന്നെ. പിന്നെ കൃഷ്ണന്റെ മുമ്പിൽ പിന്നെ എങ്ങനെയാ പോകണ്ട? ഇപ്പോഴത്തെ ചില പെൺകുട്ടികളെ വേഷം കണ്ടു കഴിഞ്ഞാൽ തന്നെ പോട്ടെ. അതുകൊണ്ട് ലജ്ജയോടെ അവര് മുഖത്തോട് മുഖം നോക്കി ചിരിക്കുകയും ചെയ്തു. എന്നിട്ട് ചിരിക്കുക ചെയ്തത് അവർ വെള്ളത്തിൽ നിന്നും അതുകൊണ്ട് കര കയറിയില്ല. അപ്പം 13 ഭഗവാൻ വീണ്ടും വീണ്ടും ഇപ്രകാരം തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നെ ഹാസ്യ പരിഹസിക്കുന്ന വചനത്താൽ ആകൃഷ്ടചിത്തരായ അവർ ഞങ്ങൾ കഴുത്തോളം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണെന്നും വിറയ്ക്കുകയാണെന്നും മനസ്സിലാക്കിയിട്ട് ഈ പെൺകുട്ടികള്, ഈ കുമാരിമാര് അദ്ദേഹത്തോട് എന്താ പറഞ്ഞത്? 14 കൃഷ്ണ, ന്യായമല്ല ഇത് പ്രവർത്തിക്കുന്നത്, ഈ പ്രവർത്തിക്കുന്നത് ന്യായമല്ല. നന്ദഗോപരുടെ പുത്രനായ അങ്ങേക്കാകട്ടെ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. അങ്ങ് നന്ദഗോപരുടെ പുത്രനാണ്, അങ്ങേ എല്ലാവർക്കും ഇഷ്ടമാണ്. യോഗ്യനാണെന്നും പറയപ്പെടുന്നു. എല്ലാവരും പറയുന്ന അങ്ങ് നല്ല മാന്യനാണെന്ന്. അതുകൊണ്ട് വസ്ത്രങ്ങൾ ഇങ്ങ് തന്നേക്കും. മാന്യന്മാർക്ക് പറ്റിയ പരിപാടിയല്ല, വസ്ത്രങ്ങൾ ഇങ്ങ് തന്നേക്കൂ. ഞങ്ങൾ ആകെ വിറക്കുകയാണ് തണുത്തിട്ട്. എന്നിട്ട് പാണ്ഡ്യ പറയാ, ഹേ ശ്യാമസുന്ദര, അതായത് അങ്ങ് ഭയങ്കര സുന്ദരൻ തന്നെയാണ്, ഞങ്ങൾ അങ്ങയുടെ ദാസിമാരാണ്. യഥാർത്ഥത്തിൽ ഒരു പാട്ടുണ്ടല്ലോ, എന്താണ് പാട്ട്? ഭാര്യ കുടുംബിനി എന്ന നിലയിൽ ഇങ്ങനെ, അമ്മ എന്ന നിലയിൽ ഇങ്ങനെ, ഭാര്യ എന്ന നിലയിൽ ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ടല്ലോ, സിനിമ പാട്ട്, എനിക്ക് ഓർമ്മ വരുന്നില്ല. അതുപോലെയാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ആരാണ്? ദാസിമാരാണ് അങ്ങേര്. ഏത് സമയത്തിലാണ് ദാസിമാരാകുന്നത്? ഏത് സമയത്താണ് ദാസിമാരെ പോലെ പറയുന്നെല്ലാം അനുസരിക്കുന്നത്? ശ്യാമസുന്ദര, അങ്ങയുടെ ദാസിമാരാണ് ഞങ്ങൾ. ഭാര്യമാരെപ്പോഴും ദാസിമാരാണ്. ചില സമയത്ത് ഭർത്താക്കന്മാർ പോലീസ് സ്റ്റേഷനിൽ SI നാട്ടുകാരെല്ലാം ഉറപ്പിക്കുന്നതായിരിക്കും. വീട്ടിലെത്തുമ്പം ഭാര്യേൻ്റെ മുമ്പിൽ ഇങ്ങനെയാണ്, മീശയെല്ലാം വളച്ചിട്ട് അടിമ പോലെയാണെന്നുള്ള സിനിമയിലെല്ലാം കണ്ടതാണ്, എനിക്കറിയില്ല.
പക്ഷേ ചില സമയത്ത് അവരെന്താണ്? ദാസിമാരാണ്. അപ്പം ഇപ്പോൾ ഈ സംസാരിക്കുന്ന എന്താണ്? ഏത് നിമിഷത്തിൻ്റെ കാര്യമാണ്? ആ സമയത്ത് ഞാൻ നമ്മളിപ്പം ദാസിമാരാണ്, എന്ത് പറഞ്ഞാലും അത് വാരി ചെയ്തു. അതാണ് അതിൻ്റെ അർത്ഥം. ദാസിമാരാണ്. അങ്ങയുടെ വാക്കിനെ അനുസരിച്ച് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളാം. ഞങ്ങൾ ധർമ്മശാസ്ത്രം പരിജ്ഞാനമുള്ള ഹേ കൃഷ്ണ, അങ്ങക്ക് എല്ലാ ജ്ഞാനവും തികഞ്ഞതാണല്ലോ. ഞങ്ങളുടെ ഉടുവസ്ത്രം തരിക. അതിന് ഭാവമില്ലെങ്കിൽ ഞാൻ പോയിട്ട് ഞങ്ങൾ പോയിട്ട് രാജാവോട് പറയാം. രാജാവ് ആരാണ്? ഇവൻ്റെ അച്ഛൻ, കൃഷ്ണൻ്റെ അച്ഛൻ. ഇപ്പം 16 കൃഷ്ണൻ പറയുകയാണ്, നിങ്ങൾ എൻ്റെ ദാസികളാണെങ്കിൽ എന്നാൽ പറയപ്പെട്ടതെല്ലാം അനുസരിച്ചു കൊള്ളുവാൻ പോകുന്നവരാണെങ്കിൽ, ദാസിമാരാണെങ്കിൽ എല്ലാം പറയുന്നത് എന്ത് വേണം? അനുസരിക്കണം. ഇവിടെ വന്ന് തെളിഞ്ഞ പുഞ്ചിരിയോടെ അവരവരുടെ വസ്ത്രങ്ങൾ സ്വീകരിച്ചു കൊള്ളുക. അത് 17. അപ്പോൾ തണുപ്പ് കൊണ്ട് ഉടൽ വിറക്കുന്നവരും തണുപ്പ് കൊണ്ട് ആകെ മനസ്സെല്ലാം ഒരുമാതിരിയായ മനസ്സെല്ലാം ഉലഞ്ഞവരുമായ അവർ എല്ലാ കന്യകമാരും പ്രദേശത്തെ ഇരു കൈകളാലും മറച്ചുകൊണ്ട് വെള്ളത്തിൽ നിന്നും കരയിലേക്ക് കയറി. ദാസിമാരാണല്ലോ. അപ്പോൾ ഏത് സമയത്തിൻ്റെ കാര്യമാണ് പറയുന്നത്? ഇനി 18. ഗോക്കളുടെ നിഷ്കളങ്കമായ ഭാവത്തെ കണ്ട് അകം തെളിഞ്ഞ സന്തുഷ്ടനായ കൃഷ്ണൻ വന്നു നിൽക്കുന്ന അവരെ നോക്കി അവരുടെ ഉടുതുണി തൻ്റെ തോളിലിട്ടിട്ട് പറഞ്ഞു. 19. വ്രതം അനുഷ്ഠിക്കുന്ന നിങ്ങൾ വസ്ത്രം ധരിക്കാതെ വെള്ളത്തിലേക്ക് ഇറങ്ങി എന്നുള്ളത് തന്നെ ഈശ്വരനിന്ദയാണ്. ഇത് കൃഷ്ണനാണ്. കൃഷ്ണന്റെ മുമ്പിൽ ചെല്ലുക എന്നത്, ഉടുതുണിയൊന്നും ഇല്ലാതെ ചെല്ലുക എന്നത് ചീത്ത പ്രവൃത്തിയാണെങ്കിൽ, ഇവർ ഈശ്വരനെയും വ്രതം നോറ്റിട്ട് ഉടുവസ്ത്രം ഇല്ലാതെയാണ് വെള്ളത്തിൽ കയറിയിട്ട് ഈശ്വരനെയും വ്രതം അനുഷ്ഠിക്കുന്നത്. കൃഷ്ണൻ ഈശ്വരനാണ്. യഥാർത്ഥത്തിൽ ആ ശ്രീഹരിയാണ്. ആ ശ്രീഹരിയുടെ മുമ്പിൽ ഉടുവസ്ത്രമില്ലാതെ ചെല്ലുന്നത് നിന്ദയാണ്, ഈശ്വര നിന്ദയാണെങ്കിൽ നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഈശ്വരൻ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? നഗ്നയായിരുന്നു കൊണ്ട്. അപ്പം നിങ്ങൾ വലിയ പാപമാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം തന്നെ വലിയ പാപമാണ്. എല്ലാം വളച്ച തരത്തിലുള്ള ഇതെല്ലാം ആരെയും പറയുന്നത്? കൃഷ്ണനാണോ? വേദവ്യാസൻ ഇരുന്നിട്ട് വേദവ്യാസന്റെ ഭാവന കടിച്ച് ഓരോന്നും വ്യാഖ്യാനിച്ച് കൊണ്ടുപോവുകയാണ്. അല്ലാതെ ഇവിടെ കൃഷ്ണനെയെല്ലാം സൃഷ്ടിച്ചതും ആ പേര് കൊടുത്തതും എല്ലാം വേദവ്യാസനും പാർട്ടികളുമാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്തിരിക്കുന്ന നിന്ദയാണ്. ഈ പാപത്തിന് നിവൃത്തി വരുത്തുവാനായിക്കൊണ്ട് ശിരസിൽ കൂപ്പുകയും വെച്ചുകൊണ്ട് നിലത്ത് വീണ് നമസ്കരിച്ച ശേഷം വസ്ത്രമാക്കി കൊണ്ടുപോയി കൊള്ളണം. പ്രായശ്ചിത്തം വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇതുവരെ വ്രതം നോട്ടിട്ട് തെറ്റു, ഈശ്വരനെ നഗ്നനായിട്ട് കൊണ്ട് അതിൻ്റെ പ്രായശ്ചിത്തമായിട്ട്. അപ്പം ഇവർ പറയുന്നെല്ലാം പാവ പോലെ അംഗീകരിക്കുകയാണ്. ഏത് നിമിഷത്തിലാണ്? ആ നിമിഷത്തിൽ. 20. ഈ വിധം കൃഷ്ണൻ പറഞ്ഞപ്പോൾ നഗ്നനായി വെള്ളത്തിൽ ഇറങ്ങി കുളിച്ചത് വ്രതഭംഗമാണെന്ന് കരുതി. അപ്പോൾ അവർ ചിന്തിച്ചു പോയി, പറഞ്ഞല്ല ശരി തന്നെയാണ്, വ്രതം ഭംഗം വന്നിരിക്കുകയാണ്, അതുകൊണ്ട് പ്രായശ്ചിത്തം ചെയ്യേ പറ്റൂ. ആ ഗോപയ സ്ത്രീകൾ വ്രതത്തിന് വീഴ്ച വരാതിരിക്കുവാൻ വേണ്ടിയിട്ട്, അതിനെ നിറവേറ്റുവാനായിട്ട് കൃഷ്ണൻ പറഞ്ഞ പോലെ തന്നെ അവിടെ പോയിട്ട് തലയിൽ തൊഴുതുകൊണ്ട് വീണു വണങ്ങി. കാരണം
അവിടുന്ന് തന്നെയാണല്ലോ സകല ദോഷങ്ങൾക്കും നിർമാർജനം ചെയ്യുന്നവൻ. അപ്പൊ അങ്ങേര് ആരാണ്? ശ്രീഹരിയാണ്. എല്ലാത്തിൻ്റെയും പാപപരിഹാരം നടത്തേണ്ടത് ആര് തന്നെയാണ്? ഇങ്ങേര് തന്നെയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ശ്രീഹരി ആരാണ്? അല്ല, കൃഷ്ണൻ ആരാണ്? ശ്രീഹരിയാണ്. പാപമെല്ലാം നീക്കുന്ന ശ്രീഹരിയാണ്. ഈ ശ്രീഹരി എന്ന് പറഞ്ഞാൽ അതിന് രൂപവുമില്ല, വാപവുമില്ല, ഒന്നുമില്ല, ജനിച്ചിട്ടുമില്ല, വികാരങ്ങളും ഒന്നുമില്ല. ഈ വികാരവും വിചാരവും ഇല്ലാതെ ഈശ്വരന്റെ മുമ്പിൽ ഒന്നും കൊടുക്കാതെ വന്നു കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം? കാരണം അതിന് വികാരമില്ല, വിചാരമില്ല, ഒന്നും കൊടുക്കാതെ നിന്ന് കഴിഞ്ഞാൽ അതിൽ ആ ശക്തിക്ക് എന്താണ് പ്രത്യേകത? നമ്മൾ ഇടുങ്ങിയ ചിന്താഗതി കൊണ്ട് മനുഷ്യനായിട്ട് കാണുമ്പോഴാണ് ഈ കുഴപ്പമെല്ലാം വരുന്നത്. ഇത് ഈശ്വരനാണ്, ശ്രീഹരിയാണ്. രൂപം ഭാഗമില്ലാതെ ഒന്ന് പ്രപഞ്ചം മുഴുവൻ നടക്കുന്ന നമ്മളെ ഉള്ളിലുമുണ്ട്. ആ പെൺകുട്ടി ആയി തീർന്നതും ആ ഈശ്വരനാണ്. ആ പെൺകുട്ടിയുടെ ഉള്ളിൽ കിടക്കുന്നത് ഈശ്വരനാണ്. ആ നിയന്ത്രിക്കുന്നത് ഈശ്വരനാണ്. പിന്നെ എന്തെന്നാ കാണുന്നതിനുള്ള? നമ്മൾ ഇടുക്കിയ ചിന്താഗതി കൊണ്ട് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ കുട്ടി പോലെ ചിന്തിച്ചിട്ട് പെണ്ണുങ്ങളെ ഇത് ഉടുകുണിയെല്ലാം എടുത്ത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് അജ്ഞത. ശരിയായ ലോ ലെവലിലുള്ള ബുദ്ധിയെ അവർക്കുള്ളൂ. ഇതെന്ന് പറയുമ്പോൾ ശരിയായ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ഈ ശ്രീകൃഷ്ണനെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മളെല്ലാം ഇടുങ്ങിയ ചിന്താഗതിയിൽ കൃഷ്ണൻ ഇതേമാതിരി ഒരു കുട്ടിയായിട്ട് ചിന്തിക്കുകയാണ്. ഓരോ സംഭവം കഴിയുമ്പോഴും ആ ഈശ്വരന്റെ സ്തുതിയിൽ പറഞ്ഞു പോകുന്നത് എവിടത്തേക്കാണ്? എല്ലാമായി മാറിയ, എല്ലാമായ, എല്ലാത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന, രൂപവുമില്ല, ഭാവവുമില്ല, എന്നാൽ ഇതിലൊന്നും താല്പര്യമില്ലാതെ വിട്ടു നിൽക്കുന്ന ശക്തിയാണെന്ന് പറയുന്നതാണ് വ്യാഖ്യാനിച്ച് തന്നെ പോകുന്നത്. ഓരോ സംഭവം നടക്കുമ്പോൾ ഒരാളെ കൊല്ലുകയാണെങ്കിൽ ഇവിടെയെല്ലാം അപ്പം തന്നെ വിളിച്ച്, അതായത് വായിൽ പ്രപഞ്ചത്തെ കാണിച്ചപ്പോഴും സ്തുതിക്കുന്നതാണ്. നിങ്ങളിതൊന്നും ഈ കുട്ടീൻ്റെ മാതിരിയൊന്നും കഥയിൽ കണ്ടുപോകരുത്. കഥയിലെ നമ്മളിങ്ങനെ വേദവ്യാസൻ ഇങ്ങനെ കുട്ടിയായിട്ടെല്ലാം പറയുമെങ്കിലും ശരിയായ രൂപത്തിൽ ജ്ഞാനമുള്ളവർ മനസ്സിലായിക്കൊള്ളണം. അല്ലാതെ പിള്ളേർമാരിയുള്ള ബുദ്ധിയുള്ളവർ ഇതെല്ലാം ഇതേമാതിരി എടുത്തോട്ടെ. അപ്പോൾ എന്താ ഇതിനകത്ത് കുഴപ്പമുള്ളത്? ആ ചിന്താഗതിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ചില ദൈവങ്ങളുടെ മുമ്പിലേക്ക് ആർത്തവുള്ള സ്ത്രീകൾക്ക് കയറിക്കൂടാ, പെണ്ണുങ്ങൾക്ക് കയറാൻ പറ്റില്ല. ആർത്തവം തിന്നു കഴിഞ്ഞാലേ കയറാൻ പറ്റുള്ളൂ. കാരണം അങ്ങേരെ ബ്രഹ്മചര്യമാണ്. ഇപ്പോൾ ഏത് ഈശ്വരന് ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം ഈശ്വരനെ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് ആചരിക്കുന്നത്. ബ്രഹ്മമായി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, നിർഗുണമാണ്. ഇത്രയൊന്നും അറിയാത്തവര് സാധാരണ നമ്മളെപ്പോലെയുള്ളതാണ് ഈശ്വരൻ എന്ന് വെച്ചിട്ടാണ് നമ്മൾ എന്തെല്ലാണ് കാട്ടിക്കൂട്ടുന്നത്. ആ ലെവലിലേക്കൊന്നും നമുക്കൊന്നും വരാൻ പറ്റില്ല. നമ്മളെല്ലാം ചെറിയ കുട്ടികളെ മാതിരിയാണുള്ളത്. വേദങ്ങളുടെ ഈ ഭാഗവതത്തിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ അജ്ഞത ABCD പോലും അറിയാതെ പിഞ്ചു കുട്ടികളിലെ സ്റ്റാൻഡേർഡിലാണ് നമ്മളുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഈ കഥകളെല്ലാം വായിക്കും ഇങ്ങനെയെല്ലാം തോന്നുന്നത്. 21 ഇപ്രകാരം വീണ് നമസ്കരിച്ച കന്യകമാരെ കണ്ട് സന്തുഷ്ടനും കരുണാമയനുമായ ഭഗവാൻ അവർക്ക് വസ്ത്രങ്ങൾ കൊടുത്തു. കഠിനമായ അപഹാസ്യവും അപഹസിക്കും, പരിഹസിക്കും, എന്തെങ്കിലും പറയും. കളിപ്പാവക കണക്കെയാണ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ആ നിമിഷത്തില് കളിപ്പാവ കണക്കെയാണ് പെരുമാറുന്നത്. വെറും കളിപ്പാവ പറയുന്ന മാതിരി കളിപ്പാവയായി മാറും. വസ്ത്രമെല്ലാം അപഹരിച്ചിട്ടുണ്ട്. ശരിയായ തമ്മാടിത്താണ്. ഏത്? ആ നിമിഷത്തിൽ. എന്നിട്ടോ പ്രിയമായ സമ്പർക്കത്താൽ ആ നിമിഷത്തില് പരമാനന്ദം അനുഭവിച്ച അവർ ആ സമയത്തിൽ എന്തുണ്ട്? പരമാനന്ദം അനുഭവിക്കുന്നുണ്ട്.
ആ കൃഷ്ണനെ അവർ തെറ്റുകാരനായിട്ട് കാണുന്നില്ല. ആ കൃഷ്ണൻ ആരാണ്? അവരവരുടെ കൃഷ്ണൻ. അവരവരുടെ കൃഷ്ണൻ ആരാണ്? ഭർത്താക്കന്മാരാണ്. അവരെ തെറ്റുകാരായിട്ട് കാണുന്നില്ല. ഭർത്താവ് ഈ പറയുന്നവർ വേറെ വല്ലവരോടും പറഞ്ഞാലോ? ഇപ്പോൾ വേദവ്യാസൻ ഭയങ്കര ഭാവന വെച്ചുകൊണ്ട് അടിച്ചുവിടുന്നതിനെല്ലാം ശരിയായ അർത്ഥങ്ങളുണ്ട്. അത് മനസ്സിലാക്കണം. ഇവർക്ക് ആവശ്യം എന്താണ്? കൃഷ്ണന്റെ സമാനം. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും അവരുടെ ഭാവനയിൽ ഒത്ത ഏറ്റവും നല്ലൊരു ഭർത്താവിനെ കിട്ടണം. എല്ലാം ശ്രീകൃഷ്ണൻ തന്നെയാണ്. 23 അവർ വസ്ത്രങ്ങൾ ഉടുത്ത ശേഷം ഭഗവാൻകൾ ലജ്ജാഭാവം ചേർന്ന നോട്ടത്തോടുകൂടിയവരായും ഭഗവാനാൽ പിടിച്ചടക്കപ്പെട്ട ഹൃദയത്തോടുകൂടിയവരായും ആ നിമിഷത്തിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. പ്രിയകരമായ സംഗമത്താൽ വശീകരിക്കപ്പെട്ടവരായും ഭവിച്ച ഗോപസ്ത്രീകൾ അവിടം ഇറങ്ങിയില്ല. അവരവിടെ തന്നെ അങ്ങനെ നിന്നു. ഇനി 24 ഭക്തവത്സനും വിജ്ഞാനിയുമായ ശ്രീകൃഷ്ണൻ സ്വപാദസ്പർശത്തിലുള്ള ആ രൂപം കൊണ്ട് അവരുടെ ആഗ്രഹം കൊണ്ട് വ്രതമെടുത്തിരിക്കുന്ന ആ കന്യകമാരോട് അവരുടെ മനോവിചാരത്തെ അറിഞ്ഞിട്ട് അവരോട് ഇങ്ങനെ പറഞ്ഞു. ആ പെൺകുട്ടികളുടെ മനോവികാരത്തെ അറിഞ്ഞുകൊണ്ട് കൃഷ്ണൻ എന്താണ് പറയാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഉത്തമകളെ 25 എന്നെ ആരാധിക്കുക എന്നുള്ള നിങ്ങളുടെ അഭിലാഷം എന്നാൽ അറിയപ്പെട്ടു. എന്നെ ആരാധിക്കുന്ന നിങ്ങളുടെ അഭിലാഷം ഞാൻ മനസ്സിലാക്കി. അത് അംഗീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. ഈ സംഗതി യഥാർത്ഥമായി തീരാൻ പോവുകയാണ്. അപ്പൊ ഇതുവരെ കഴിഞ്ഞതെല്ലാം യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടില്ല, സംഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇതുവരെ ഒന്ന് ആ തരത്തിലെല്ലാം വർണ്ണിച്ചെങ്കിലും യഥാർത്ഥത്തിൽ ഇതെല്ലാം സംഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞാൽ ഈ സംഗതി നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ സംഗതി യാഥാർത്ഥ്യമായി തീരാൻ പോവുകയാണ്. എന്നിട്ട് 26 ഒരു കാര്യം കൂടി പറയുന്നു. എന്നിൽ തന്നെ മനസ്സർപ്പിച്ചിരിക്കുന്നവരുടെ വിഷയാഭിലാഷം വീണ്ടും ലൗകിക വിഷയാനുഭവത്തിന് ഉതകുന്നതല്ല. എന്നെ മനസ്സർപ്പിച്ച് എന്നെ നേടുന്നവർക്ക് പിന്നെ ലൗകികപരമായ വിഷയത്തിലേക്ക് പിന്നെ പോകാൻ പറ്റില്ല. അതായത് ബ്രഹ്മസാക്ഷാത്കാരം നേടുകയാണെങ്കിൽ, കൃഷ്ണ സാക്ഷാത്കാരം നേടുകയാണെങ്കിൽ, പുള്ളി ആത്മീയതയിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ലൈംഗികപരമായിട്ടുള്ള ഒരു കാര്യത്തിലും താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതല്ല. ഇപ്പൊ ഇവിടെ പറയാൻ പോകുന്ന അടുപ്പം ഏതാണ്? വിവാഹപരമായ ദാമ്പത്യ ജീവിതമാണ് ഇവരെ ആഗ്രഹിക്കുന്നത്. അതാണ്, അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. എന്നിൽ തന്നെ മനസ്സുറപ്പിച്ചിട്ട് ഞാനുമായിട്ട് ചേരുന്നവർക്ക് പിന്നെ ലൈംഗികമൊന്നുമില്ല. കാരണം വറുക്കപ്പെട്ടതോ, ഒരു വിത്തെടുത്തിട്ട് അല്ലെങ്കിൽ അരി അല്ലെങ്കിൽ വഴുതിന വിത്ത് വറുക്കപ്പെട്ടതോ വേവിക്കപ്പെട്ടതോ ആയ ധാന്യത്തിൽ നിന്ന് മിക്കവാറും മുളച്ചുണ്ടാകുന്നത് കഴിവുള്ളവയല്ല. ഒരു ധാന്യം എടുത്തിട്ട് വറുത്തെടുക്കുകയോ വെള്ളത്തിലിട്ട് ചൂടാക്കുകയോ കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും മുളച്ചുണ്ടാക്കുന്നത്, പിന്നെ അതിനെ മുളപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് സംഭവ്യമല്ല, വരണ്ടുപോയി. പിന്നെ ലൈംഗികത നിങ്ങൾക്ക് പറ്റില്ല. അപ്പൊ ഇവിടെ പറയാൻ പോകുന്ന വിഷയം പെൺകുട്ടികൾക്ക് ഇതല്ല വേണ്ടത്. എന്തുകൊണ്ടാണ് അധികപക്ഷം മിക്കവാറും മുളച്ചു വരില്ല എന്ന് പറയുന്നത്? വേണമെങ്കിൽ ചൂടാക്കിയ വിത്തിൽ നിന്നും ശാസ്ത്രലോകത്തിന് ജനിതകമായിട്ട് അതിനെ വേണമെങ്കിൽ
ജനിതകമായിട്ട് വേണ്ടി ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള ഒരു അർത്ഥവും കൂടി അതിൽ വരുന്നുണ്ട്. മിക്കവാറുന്നേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി മുളക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വറുത്തെടുത്ത ധാന്യത്തിൽ നിന്നും ശാസ്ത്രത്തിന് അതിനെ ജനിതഘടന വേർപെടുത്തിട്ട് വേണമെങ്കിൽ മുളപ്പിച്ചിട്ട് യുക്തിവാദികളോട് നീ പറഞ്ഞില്ലേ വറുത്ത് കഴിഞ്ഞാൽ ഇനി മുളപ്പിക്കില്ല, നമ്മൾ മുളപ്പിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാനായിരിക്കാം വേദവ്യാസൻ എന്ത് വാക്കുപയോഗിച്ചത്. മിക്കവാറും മുളപ്പിച്ചെടുക്കാൻ സാധാരണ നിലയിൽ അത് മുളക്കില്ല. 27 അബലകളായ നിങ്ങൾ ഗോകുലത്തിലേക്ക് പോയിക്കൊള്ളുവിൻ. അപ്പം നിങ്ങളെല്ലാം അബലകളാണ്. ഏത് വിഷയത്തിൽ? ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് അവരെല്ലാം അബലകളാണ്. അല്ലാതെ സ്ത്രീകളെപ്പോഴും അബലകളൊന്നുമല്ല. അത് വ്യാഖ്യാനിക്കേണ്ട കാര്യം വേറെ ഉദാഹരണ സഹിതമൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. സ്ത്രീകൾ പലതിലും ഇപ്പം നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ SI ആയിട്ട് ഇരിക്കുമ്പോൾ നാട്ടുകാരെ മുഴുവൻ വർദ്ധിക്കുന്നുണ്ടാവും. പക്ഷേ വീടെത്തുമ്പോൾ എങ്ങനെയായിരിക്കും? അപ്പോൾ അബലകളെ എന്ന് പറയുമ്പോൾ ഏത് സമയത്താണ് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ? അബലകളായ നിങ്ങൾ ഗോകുലത്തിലേക്ക് പോയിക്കൊള്ളൂ. ഉത്തമകളെ, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടകാര്യം സാധിച്ചവരായിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടകാര്യം സാധിച്ചു. എന്തിനാണ് അവർ ഈ പൂജയെല്ലാം നടത്തിയത്? ഇഷ്ടപ്പെട്ട വരനെ കിട്ടണം. ഓരോ ആൾക്കും ഇഷ്ടപ്പെട്ട വരനെ കിട്ടണം. അതുകൊണ്ട് ഇനി വരുന്ന രാത്രികാലങ്ങളിൽ മുഴുവൻ എന്നോടുകൂടി നിങ്ങൾ രമിക്കുന്നതാണ്. ഇനിയുള്ള എല്ലാ രാത്രികളും എന്നോടുകൂടി രമിക്കണ്ടെങ്കിൽ എല്ലാ വീട്ടിലും ആരെത്തണം? കൃഷ്ണനെത്തണം. അപ്പൊ ആ ഭർത്താവ് അവിടെ എന്ത് ചെയ്യും? ഇവിടെയാണ് നമ്മൾ ഏത് പ്രധാനപ്പെട്ട ഒരു വിഷയം വരുമ്പോഴും ആരെങ്കിലും ഒരസുരനെ കൊന്നാൽ അല്ലെങ്കിൽ കൃഷ്ണ മറ്റേ ലോകം മുഴുവൻ കാണിക്കുന്ന അവസരത്തിലെല്ലാം സ്തുതിയാണ്. പിന്നെ എന്താണെന്ന് സ്തുതിക്കുക? നിങ്ങൾ ഈ പയ്യനായിട്ടൊന്നും ഇതിനെ കണ്ടേക്കരുത്, ഇത് ശ്രീഹരിയാണ്. ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന എല്ലാം അതായിട്ടാണ് മാറിയിരിക്കുന്നത്. എല്ലാം അതാണ്. അതിന് പിന്നെ വിചാരങ്ങളും ഇല്ല, ഒരു ചുക്കും ഇല്ല എന്നെല്ലാം പറഞ്ഞ് ഞാൻ സ്തുതിക്കുന്നുണ്ടല്ലോ. അല്ലാതെ ഈ ഒരു പയ്യനായിട്ട് നിങ്ങൾ കണ്ടേക്കരുത്. പയ്യനായി കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരവൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. എല്ലാമായി മാറിയിരിക്കുന്ന. അപ്പോൾ എല്ലാ വീട്ടിലും നിങ്ങൾ എന്നോടൊത്ത് രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ആരാണ്? ഞാൻ ശ്രീഹരിയാണ്. ആ ശ്രീഹരി തന്നെയാണ് ഓരോ അവരവർക്ക് ഇഷ്ടമുള്ള ഭർത്താക്കന്മാരായിട്ട് വന്നിരിക്കുന്നത്. കാരണം എല്ലാ പെൺകുട്ടികൾക്കും അവരുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട പയ്യനെയാണ് വേണ്ടത്. അതാണ് നേരത്തെയാണ് ഒരു ഉദാഹരണം പറഞ്ഞത്. ഒരു പെൺകുട്ടിക്ക് കാണാൻ കൊള്ളാതെ ഒരു പയ്യനെയായിട്ട് ഭയങ്കര അസ്ഥി പിടിച്ച പ്രേമാണെന്ന് വെച്ചോ, അച്ഛനും അമ്മയും കയറിയിട്ട് കൃഷ്ണനെ പോലെയുള്ള ഒരു പയ്യനെ കൊണ്ടുവന്നിട്ട് ഇവൻ വല്ല PhD എടുത്താണെന്നെല്ലാം പറഞ്ഞാൽ അവളെന്ത് പറയും? നോക്കാൻ പോലും കൂട്ടാക്കില്ല. എനിക്ക് വേണ്ടെന്ന് പറയും. എനിക്കിപ്പം മതി. അപ്പോൾ ഓരോ ആൾക്കും ഓരോന്നിലാണ് താല്പര്യം. അവർക്ക് അവരുടെ ഭാവനയിൽ ഓരോന്നുണ്ട്. അതിനനുസരിച്ചിട്ടുള്ളതായിട്ട് ആര് മാറുന്നുണ്ട്? ശ്രീഹരി മാറിയിട്ട് ഓരോ വീട്ടിലും എത്തിക്കുന്നുണ്ട്. കാലം ഓരോർക്ക് ഓരോ ഭർത്താവിനെ കൊടുക്കുന്നുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട തരത്തിൽ. ഇഷ്ടപ്പെട്ടയാണോ അല്ലയോ എന്നുള്ള വേറെ കാര്യം. എന്നാലും അവർക്ക് അവരുടേതായ കൊടുക്കുന്നുണ്ട്. അവിടെയാണ് രാത്രി കാലങ്ങളിൽ അവിടെയുള്ളത് ശ്രീഹരി തന്നെയാണ്. ആ വിശാലാർത്ഥത്തിലാണ്. അപ്പോഴാണ് ഈ സ്തുതിയെല്ലാം വരുന്നത്. വിശാലാർത്ഥത്തിൽ എടുക്കണം. ഈ ഇരിക്കുന്ന ഭർത്താവ് നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഭർത്താവ് തന്നെയാണ് കാണപ്പെട്ട ഈശ്വരൻ, ശ്രീഹരി. ആ ശ്രീഹരിയോടൊത്ത് തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? എല്ലാ രാത്രി കാലങ്ങളിലും മുഴുവൻ എന്നോടുകൂടി നിങ്ങൾ രമിക്കുന്നതാണ്. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണല്ലോ നിങ്ങൾ കന്യകളായ നിങ്ങൾ കാർത്യായനി ദേവിയെ പൂജിച്ചത്. ആ ആഗ്രഹം ഇതാ സാധിപ്പിച്ചു വന്നിരിക്കുന്നത്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ ഭർത്താക്കന്മാരെല്ലാം ഞാൻ തന്നെയാണ്, ഞാനാണെന്ന് വിചാരിച്ചു വെച്ചാൽ മതി. കാരണം അത് സത്യമാണ്. അതേ സത്യമുള്ളൂ. സനാതന തത്വം അതാണ്. എല്ലാം ശ്രീഹരിയാണ്. നിങ്ങൾക്കൊത്ത രൂപത്തിൽ വന്നിട്ടുമുണ്ട്.
നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ട് അച്ഛനോടെല്ലാം പറഞ്ഞിട്ട് കല്യാണം അല്ല നിങ്ങളെ കാര്യമില്ല. കല്യാണം കഴിക്കാൻ പോകുമ്പോൾ അച്ഛൻ പറഞ്ഞിട്ട് നിർബന്ധത്തിനൊന്നും ഇന്നത്തെ കാലത്ത് മക്കൾ അങ്ങനെ നിൽക്കില്ല. അവരവർക്ക് വേണ്ട മനസ്സിന് ഇഷ്ടപ്പെട്ടതേ കെട്ടുപോകും. ആ ഇഷ്ടപ്പെട്ടത് തന്നെയാണ് ശ്രീഹരി. എല്ലാതെ ഈ കഥയില് കൃഷ്ണൻ അപ്പൊ ചോദ്യം വരും, കൃഷ്ണൻ എല്ലായിടത്തും എങ്ങനെയാ ഒരേപോലെ ചെല്ലുന്നത്? ഒരേപോലെ ചെന്നാൽ അവർക്ക് ഇഷ്ടപ്പെടുവോ? ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെടുവോ? കൃഷ്ണന്റെ രൂപം എല്ലാവർക്കും ഇഷ്ടപ്പെടുവോ? അയ്യേ ഇതൊരു കുട്ടീൻ്റെ മുഖായിപ്പോയി എന്ന് പറയില്ല ചിലവര്. എല്ലാവർക്കും ഓരോർക്കും ഓരോ തരത്തിലുള്ളതിലാണ് ഇഷ്ടം. ഒരു ചുവപ്പ് പൂവ് ഒരു 10 ആൾക്കാരെ കാണിച്ചു കൊടുക്കും, കൊള്ളാമോ? ഇനി ഇത് കൊള്ളില്ല. ചിലവർ പറയാം ഭയങ്കര ഭംഗിയായിരിക്കും. അതുകൊണ്ട് ഇനി വരുന്ന രാത്രി കാലങ്ങളിൽ നിങ്ങൾ എന്നോട് കൂടി രമിക്കുന്നതാണ്. ആ ഒരു ഉദ്ദേശത്തോടെയാണല്ലോ നിങ്ങൾ ഈ പൂജ നടത്തിയത്. ഇനി 28 ശ്രീകൃഷ്ണൻ ഈ ഭഗവാൻ ഈ വിധം കൽപ്പിക്കപ്പെട്ട കന്യകമാർ ആഗ്രഹം സാധിച്ചവരായിട്ട് എന്താ എല്ലാ നിലയിലാണ് ആഗ്രഹം സാധിച്ച എന്താ കൃഷ്ണൻ എല്ലാ വീട്ടിലും ജനിച്ചെല്ലാം പോകുന്നത്. ഇതേമാതിരി കൃഷ്ണൻ ഇതാണോ നടക്കുന്ന കാര്യമാണ്. ആഗ്രഹം സാധിച്ചവരെ അവർക്കും പെട്ടെന്ന് ബോധ്യം വന്നു ആഗ്രഹം എല്ലാം സാധിച്ചിട്ടുണ്ട്. അവിടുത്തെ തൃപ്പാദത്തെ ധ്യാനിച്ചുകൊണ്ട് ഒരുവിധം ഗോകുലത്തിലേക്ക് എത്തിച്ചേർന്നു. ഇനി 29 അനന്തരം ദേവകീപുത്രനായ ശ്രീകൃഷ്ണൻ ജ്യേഷ്ഠനായ ബലരാമനോടുകൂടി ഗോപന്മാരോടും കൂടി അവരാൽ ചുറ്റപ്പെട്ടവരായിട്ട് കാലികളെയെല്ലാം മേയിച്ച് വൃന്ദാവനത്തിൽ നിന്ന് വളരെ ദൂരെ പോയി. ഇനി അവിടെ അത്യുഗ്ര ഗ്രീഷ്മകാല വെയിലത്ത് സ്വന്തം തണല് തീർത്തുകൊണ്ട്, എല്ലാവർക്കും തണല് തീർത്തുകൊണ്ട്, ഉഗ്രമായ വെയില്, ആ വെയിലിൽ ഒരു മരം തണല് തീർത്തുകൊണ്ട് ഇവർക്കെല്ലാം തണല് തീർത്തുകൊണ്ട് ഇവർ അതിൻ്റെ അടിയിൽ പോയി നിന്നു. എന്നിട്ട് ആ വൻമരത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൃഷ്ണൻ ഗോപന്മാരോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? പരോപകാരത്തിനായ ജീവിതം തന്നെ ആകമാനം വിനിയോഗിച്ച ഈ വൃക്ഷത്തെ നോക്കൂ. ഈ വൃക്ഷം ഇത്രയും വെയിൽ കൊണ്ട് ഈ വൃക്ഷം പരോപകാരത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. കാറ്റും മഴയും വെയിലും എല്ലാം സഹിച്ചിട്ട് നമ്മളെ സംരക്ഷിക്കുകയാണ്. ഇത് 33 പറയാണ്, സമസ്ത ജീവികൾക്കും ഉപജീവനത്തുകുന്ന ഇവയുടെ ജന്മം എല്ലാവർക്കും വേണ്ടി ഉപകാരത്തിന് വേണ്ടിയാണ് ഇത് ഇങ്ങനെ വെയിലും കൊണ്ട് നിൽക്കുന്നത്. അത്ഭുതാവഹമാണ്, അത്യുത്കൃഷ്ടമാണ്. യാചകന്മാർ എന്ന പോലെ ഇവയുടെ അടുത്ത് ചെന്നവർ പരാൻമുഖമായി മടങ്ങി വരില്ല. ആരെങ്കിലും ഇവരുടെ അടുത്തേക്ക് പോയാൽ ഈ വെയിലത്ത് ഓടിപ്പിടിച്ച് അവിടെ പോയാൽ ഇവിടെ വേണ്ടാന്ന് വെച്ചാൽ മനസ്സ് തിരിച്ചിട്ട് ഇങ്ങോട്ടേ തിരിച്ചു വരില്ല, അവിടെ അങ്ങ് ഇരുന്നു പോകും. അത്രയും ഉപകാരം. എന്നിട്ട് 34 പറയാണ്, ഇല, പൂവ്, കായ, തണ്ട്, കിഴങ്ങ്, തൊലി, തടി എന്നിവയും സുഗന്ധം, പശ, വെണ്ണീർ, വിറക് എന്നിവ കൊണ്ടും എല്ലാവരുടെയും അപേക്ഷകളും നിറവേറ്റുന്നു. അതിൻ്റെ ഇല തൊട്ട് എല്ലാ കാര്യങ്ങളും ജനത്തിന് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്. ഇതുപോലെ ആയിരിക്കണം മനുഷ്യർ. ഓരോ വ്യക്തിയും എല്ലാവർക്കും വേണ്ടിയായിരിക്കണം. എന്നിട്ടൊരു ഉപദേശം 35 നൽകുകയാണ്. എല്ലായ്പ്പോഴും ജീവനെ കൊണ്ടും സമ്പത്ത് കൊണ്ടും വിചാരം കൊണ്ടും വാക്കുകൊണ്ടും സർവപ്രാണികൾക്കും വിഷയത്തിന് സർവപ്രാണികളുടെയും നന്മയ്ക്ക് വേണ്ടി മാത്രം കരുതി, നന്മയെ മാത്രം കരുതി പ്രവർത്തിക്കുക എന്നത് മാത്രമാണ്. ഈ വസ്തുക്കളെല്ലാം, സമ്പത്തായാലും ജീവനായാലും വിചാരായാലും എല്ലാം സർവപ്രാണികൾക്കും അവരുടെ വിഷയങ്ങളുടെ തൃപ്തീകരണത്തിന് വേണ്ടി മാത്രം ഉള്ളതാണ് എന്ന നിലയിൽ, എല്ലാവർക്കും വേണ്ടി എന്ന നിലയിൽ
പ്രവർത്തിക്കുക എന്നത് മാത്രമാണ് ഈ ലോകത്തിൽ ശരീരികൾക്ക് ജന്മസാഫല്യമായിട്ടുള്ളൂ. അപ്പം നമ്മളെല്ലാം എല്ലാവർക്കും വേണ്ടി, നമ്മുടെ എല്ലാവർക്കും വേണ്ടിയും ഉപയോഗിക്കുന്ന തരത്തിൽ ജീവിക്കുകയാണ് ഈ ശരീരം ലഭിച്ചതിൻ്റെ ലക്ഷ്യം. അപ്പം അങ്ങനെയുള്ളൊരു ലോകമാണ് കൃഷ്ണൻ വിഭാവനം ചെയ്യുന്നത്. എല്ലാവർക്കും വേണ്ടി, നമ്മൾ തന്നെ എല്ലാവർക്കും വേണ്ടി. അല്ലാതെ ഞാൻ എൻ്റേത്, എൻ്റെ ബന്ധുക്കൾ എന്നൊന്നില്ല. എല്ലാവരും വസുദേവ കുടുംബം പോലെ, ഒരു കുടുംബം പോലെ, അങ്ങനെ ഒരു ലോകത്തിന് വേണ്ടിയാണ് കൃഷ്ണൻ പ്രവർത്തിക്കുന്നത്. അതാണ് ഈ പ്രപഞ്ച സൃഷ്ടിയുടെ ലക്ഷ്യം. 4 യുഗങ്ങളിലൂടെ അങ്ങനെ ഒരു സുന്ദരമായ ലോകത്തിലേക്കാണ് കാലത്തെ കൃഷ്ണൻ കൊണ്ടുപോകും. കാലം തന്നെയാണ് കൃഷ്ണൻ കാലം കൊണ്ടുപോകുന്നത്. ഇപ്രകാരം പറഞ്ഞു 36 ഭഗവാൻ. 36 പറയുന്നത് ഇപ്രകാരം പറഞ്ഞ ഭഗവാൻ തളിർക്കൊമ്പുകളുണ്ട്, അതിൽ കായ്കളുണ്ട്, പൂക്കളുണ്ട്, ഇലകളുണ്ട് എന്നിവയെല്ലാം സമൃദ്ധമായിട്ട് ഉണ്ടായിട്ട് തല താഴ്ത്തി നിൽക്കുകയാണ് ആ ചെടി, മരം, എല്ലാവർക്കും വേണ്ടി ഫലം നൽകുവാനായിക്കൊണ്ട്. ആ മരത്തിൻ്റെ ഇടയിലൂടെ, ആ വൃക്ഷങ്ങളുടെ മധ്യത്തിലൂടെ യമുനാ നദിയുടെ തീരത്തേക്ക് അദ്ദേഹം നടന്നുപോയി. അവിടെ 37 അവിടെ നിർമ്മലവും ശീതളവും ആരോഗ്യകരവുമായ വെള്ളം കുടിച്ച് പിന്നെ എല്ലാവരെയും, പശുക്കളെയെല്ലാം കുടിപ്പിച്ചതിൻ്റെ ശേഷം അദ്ദേഹവും വെള്ളം കുടിച്ചു. അപ്പം അവിടെ പുഴയുടെ തീരത്ത്, ഈ യമുനാ നദിയുടെ തീരത്ത് അവിടെയുള്ള ജലം എങ്ങനെയാണ്? നിർമ്മലമായ ജലം, ശീതളമായ ജലം, ആരോഗ്യകരമായ ജലം. ആ ജലം ആരെ കൊണ്ട് കുടിപ്പിച്ചു? പശുക്കളെ കൊണ്ടെല്ലാം, എല്ലാ ഗോപന്മാരെ എല്ലാം കൊണ്ട് കുടിപ്പിച്ചതിൻ്റെ ശേഷം അവനും കുടിച്ചു. ആ യമുനാ നദിയുടെ തീരദേശത്തെ വനത്തിൽ പശുക്കളെ ഇഷ്ടം പോലെ മേയിച്ചു. പിന്നെ ആ യമുനാ നദിയുടെ തടത്തിൽ പോയിട്ട് പശുക്കളെ ഇഷ്ടം പോലെ മേയിച്ചു. അങ്ങനെ പശുക്കളെ മേയിച്ചു കൊണ്ടിരുന്നപ്പോൾ പിന്നെ അവർക്കെന്ത് പറ്റി? ഗോപന്മാർക്കെല്ലാം വിശപ്പ് കൊണ്ട് തളർന്ന്, അപ്പോൾ അവർക്ക് പശുക്കളെല്ലാം മേയിച്ച് ഇത്ര നേരം കളിച്ച് നടന്നപ്പോൾ ഭയങ്കര വിശപ്പ് കൊണ്ട് തളർന്നിട്ട് അവർ രാമനെയും കൃഷ്ണനെയും സമീപിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. ഇനി അതായത് വിശക്കുന്ന എന്താണ് പറഞ്ഞത്? വിശപ്പിൻ്റെ കാര്യമായിരിക്കും. ഇത്ര നേരം അവിടെ ഇവിടെയെല്ലാം ചുറ്റിക്കറങ്ങിയെല്ലാം നടന്ന് ഇപ്പോൾ തളർന്നിട്ട് വിശപ്പ് വന്നപ്പോൾ അവർ രാമനോടും കൃഷ്ണനുമായിട്ട് ഇങ്ങനെ പറഞ്ഞു. എന്താണ് പറഞ്ഞതെന്ന് അടുത്ത അധ്യായത്തിൽ കാണാം.